എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ ഓണം ഇങ്ങെത്തി. ഓണം റെസിപ്പീസ് പോസ്റ്റ് ചെയ്യാത്ത എന്താണെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. കാക്കയൊക്കെ വിളിക്കുന്ന ഒച്ചയുണ്ട് കേട്ടോ, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓണം ഇവിടെ എക്സാമിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് റെസിപ്പീസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇന്ന് പോലെ നമുക്ക് എന്തായാലും ഓണം റെസിപ്പീസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മധുരത്തോടു കൂടി തന്നെ തുടങ്ങാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പായസമാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി റെസിപ്പി കാണാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചവ്വരിയും സേമിയയും വെച്ചിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ചവ്വരി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സാബുദാന, സാഗോ അങ്ങനെ പല പേരിൽ പറയും. നമ്മൾ സാധാരണ പായസങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് ചവ്വരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് എന്ന് പറയുമ്പം ചെറിയൊരു കൈപ്പിടിയാണ് കേട്ടോ, ഒരു കൈപ്പിടിയാണ്. ഈ ചവ്വരി കുറച്ച് വേവുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ സാധാരണ വെള്ളത്തിലൊന്നും കുതിർക്കാതെ വെറുതെ വേവിച്ച് കഴിഞ്ഞാൽ ഒരു 20-25 മിനിറ്റൊക്കെ എടുക്കുക നന്നായിട്ട് വെന്ത് കിട്ടാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു അരമണിക്കൂർ കുതിർത്ത് വയ്ക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിരിക്കും. ആദ്യം കുറച്ചിങ്ങനെ കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. എന്തായാലും നമ്മളിതൊരു കുക്കറിലിട്ടാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചവ്വരി കുതിർത്ത് വെച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതങ്ങ് കളഞ്ഞിട്ട് ചവ്വരി മാത്രമാണ് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. ഇതല്ലാതെ നിങ്ങൾക്ക് വെറുതെ പാനിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് കുക്കറിൽ വേവിക്കുന്നത്, എളുപ്പമായതുകൊണ്ട്. ഇതിനകത്തേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിക്കുവാണേ. വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ചവ്വരി സ്റ്റാർച്ചാണല്ലോ, അപ്പോൾ അതിങ്ങനെ വല്ലാതെ കുഴഞ്ഞു പോവും. ഇതിനകത്ത് ഞാനൊരു 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിക്കുവാണ്. അതിനുശേഷം കുക്കർ അടച്ച് 2 വിസിൽ വേവിക്കുക. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വേവിക്കണം. അത് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കുക. പ്രഷർ ഫുള്ള് പോയിട്ട് തുറന്നാൽ മതി. അപ്പോൾ ഈ ചവ്വരി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പായസത്തിന് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ മതി. അപ്പോൾ ആദ്യം ശർക്കര ഉരുക്കിയെടുക്കാൻ പോവാണ്. ഞാനിവിടെ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം, മധുരം പോലെ. ചിലർക്ക് നല്ല മധുരമുള്ള പായസമായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് 1 കപ്പ് എടുത്താൽ മതി. അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനിയിപ്പോൾ അത്ര അധികം മധുരം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പൊക്കെ എടുത്താൽ മതി. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഉരുക്കാൻ ആവശ്യത്തിന് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. അപ്പോൾ ഈ ശർക്കര ഇനി നന്നായിട്ട് ഉരുകി വരട്ടെ. അപ്പോൾ ഇങ്ങനെ പാനി പോലെ കട്ടിയാവണമെന്നൊന്നുമില്ല കേട്ടോ, കുറച്ച് ലൂസായിട്ടിരുന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ഈ ശർക്കര ഇങ്ങനെ ഉരുക്കി എടുത്തിട്ട് നമ്മൾ പായസത്തിൽ ചേർക്കുമ്പോൾ ആദ്യം തന്നെ ഒരുമിച്ച് അങ്ങ് ഒഴിക്കത്തില്ല, മനസ്സിലായോ? ഒരു 3/4 ഭാഗമൊക്കെ ഒഴിക്കും, എന്നിട്ട് കുറച്ച് മാറ്റി വെക്കും. അപ്പോൾ ആദ്യം അത് ഒഴിക്കുന്നതൊന്ന് മിക്സ് ചെയ്ത് മധുരം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ മാത്രം ബാക്കിയിരിക്കുന്നത് ഒഴിച്ചാൽ മതി. കാരണം പായസത്തിന് മധുരം കൂടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞു പോയാലും നമുക്ക് പിന്നെ ചേർക്കാം. അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. അപ്പോൾ ശർക്കര എല്ലാം ഉരുകിയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇതിനെ അരിച്ച് വേണം പായസത്തിലോട്ട് ചേർക്കാൻ, കാരണം ശർക്കരയിൽ ഒത്തിരി പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അരിച്ച് ചേർക്കണം. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കയും ജീരകവും ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 4-5 ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, നമ്മൾ തോരനൊക്കെ ചേർക്കുന്ന ചെറിയ ജീരകമാണ്, അതും ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഏലക്കയും ജീരകവും മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ഈ ഏലക്കയും ജീരകവും പൊടിച്ചു വെക്കുന്നതും പിന്നെ ശർക്കര പാനി ഉണ്ടാക്കി വെക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് തലേദിവസം രാത്രി ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ എളുപ്പമായിരിക്കും, പിറ്റേന്ന് അധികം സമയം പോകത്തില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, രാത്രി ചെയ്തു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജീരകവും ഏലക്കയും നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് കുറച്ചായതുകൊണ്ട് പൊടിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏലക്കയും ജീരകവും നല്ല പൗഡറായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1 കപ്പ് കുറുകിയ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ 1-ാം പാലും 4 കപ്പ് 2-ാം പാൽ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലുമാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് തേങ്ങ ചിരകി പിഴിഞ്ഞെടുത്ത പാലാണ് കേട്ടോ.
പിന്നെ പലരും ചോദിക്കാറുണ്ട് നമുക്ക് ഈ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലിന് പകരം കോക്കനട്ട് മിൽക്ക് പൗഡറോ അല്ലെങ്കിൽ ക്യാനിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്കോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഓണം വിഷു പോലുള്ള സമയത്ത് നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്, രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാധാരണ ചെയ്യുന്നത് നമുക്ക് കൂടുതൽ വേണ്ട പാല്, അതായത് ഇപ്പോൾ രണ്ടാം പാല് 4 കപ്പ് വേണമല്ലോ, അത് ഞാൻ മിൽക്ക് പൗഡറോ അല്ലെങ്കിൽ ക്യാൻഡ് കോക്കനട്ട് മിൽക്കോ യൂസ് ചെയ്യും. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കും, രണ്ടാം പാലിൻ്റെ പരുവത്തിലാക്കി എടുക്കും. ഒന്നാം പാല് മാത്രം ഫ്രഷ് ആയിട്ട് തേങ്ങ ചിരകി പിഴിഞ്ഞ് പാലെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാം പാൽ എപ്പോഴും നമുക്ക് കുറച്ച് മതിയല്ലോ, 1 കപ്പോ 2 കപ്പോ ഒക്കെ വേണ്ടി വരുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് തേങ്ങ എടുത്താൽ മതി. നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് പായസത്തിന് കിട്ടുകയും ചെയ്യും, നമുക്ക് അധികം പണിയില്ല. അപ്പോൾ അതൊരു കുറുക്ക് വഴിയാണ്, പക്ഷെ എന്നാലും പായസത്തിന് ടേസ്റ്റിന് കുറവൊന്നും വരത്തില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ പലരും ഇങ്ങനെ സംശയം ചോദിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ പായസത്തിൽ നിങ്ങൾക്ക് പശുവും പാൽ യൂസ് ചെയ്യാൻ പറ്റില്ല, തേങ്ങാപ്പാൽ തന്നെ വേണം. കാരണം ശർക്കര ചേർക്കുന്നതായതുകൊണ്ട് പശുവും പാൽ യൂസ് ചെയ്താൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. ഇതൊക്കെ റെഡിയാക്കി വെക്കുന്ന സമയം കൊണ്ട് തന്നെ ചവ്വരി വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തുള്ള ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ വെള്ളം യൂസ് ചെയ്യരുത് കേട്ടോ, വല്ലാത്തൊരു കൊഴുപ്പുണ്ടാവും അതിനകത്ത്. അപ്പോൾ അതങ്ങ് ഊറ്റിക്കളയണം. അപ്പോൾ ചവ്വരിയുടെ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ണാടി പോലെ ആവണം. ഇപ്പോൾ ഇതിങ്ങനെ വെന്ത് കുഴഞ്ഞിരിക്കുന്ന പോലെ അല്ലേ തോന്നുന്നത്, പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ. പായസത്തിൽ ഇടുമ്പോൾ അത് ശരിയാവും, സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരും. ഒരു ചവരി നിങ്ങളൊന്ന് എടുത്ത് കഴിച്ചു നോക്കണം, നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങ് അലിഞ്ഞു പോകുന്ന പോലെ ആയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ പായസത്തിലിട്ട് നമ്മൾ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കഴിഞ്ഞാൽ, മധുരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വേവത്തില്ല, കല്ലിച്ച് കിടക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തതിന് ശേഷം മാത്രമേ പായസത്തിൽ ചേർക്കാവുള്ളൂ. അപ്പോൾ ചവ്വരി വേവിച്ച് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് സേമിയാണ്. ഞാനിവിടെ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുമ്പം ഏകദേശം 2 വലിയ പിടി സേമിയ കേട്ടോ. ഇത് ഒന്ന് നെയ്യിൽ വഴറ്റിയെടുത്തിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ പായസം ഉണ്ടാക്കാനുള്ള പാൻ വെക്കുക, അതിനകത്തേക്ക് നെയ്യ് ഒഴിക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഈ 2 ടേബിൾ സ്പൂൺ ചേർത്താലും പായസത്തിന് അങ്ങനെ ഒത്തിരി നെയ്യുടെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, കറക്റ്റാണ്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ തീരെ നെയ്യുടെ ഇത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് സേമിയ ഇട്ട് വറുത്തെടുക്കാം. ഒത്തിരി കളറൊന്നും മാറിപ്പോണ്ട, സേമിയ ഒന്ന് മൂത്ത് വരണം, അത്രേ ഉള്ളൂ. സേമിയ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ, അതിൻ്റെ നിറം ചെറുതായിട്ടിങ്ങനെ മാറാൻ തുടങ്ങി, നല്ലൊരു മണമൊക്കെ വരും. ഇത്രയും മതി. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 കപ്പ് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ സേമിയ ഈ പാലിൽ കിടന്ന് നല്ലതായിട്ട് വെന്ത് വരട്ടെ. ഈ ചവ്വരിയും സേമിയയും ഒക്കെ ചേർത്ത് പായസം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ആദ്യം തന്നെ ഒത്തിരി അങ്ങ് കുറുകി പോകരുത്. ഓക്കെ, ഒത്തിരി കുറുക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഇതൊക്കെ കട്ടിയാവും, മനസ്സിലായോ? നല്ലതായിട്ട് കുറുകി കട്ടിയായി പോവും, പ്രത്യേകിച്ച് ചവ്വരിയും കൂടെ ചേർക്കുന്ന പായസം ആയതുകൊണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെ കുറുക്കി വെക്കാം. അപ്പോൾ ഇപ്പോൾ ഈ സേമിയ ഇതിനകത്ത് കിടന്ന് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ പരുവം കണ്ടോ, കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു പരുവത്തിലായിരിക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേവിച്ച് വെച്ച ചവ്വരിയും കൂടി ഇടുവാണ്. അപ്പോൾ ഈ പായസത്തിലോട്ട് ഇല്ല, ഇതിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഈ ചവ്വരി ഇങ്ങനെ സെപ്പറേറ്റ് ആയിക്കൊള്ളും, കുഴഞ്ഞ പോലൊന്നും ഇരിക്കത്തില്ല, കട്ട പിടിച്ച് കിടക്കില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വെള്ള ആയതുകൊണ്ടാണ് അറിയാൻ പറ്റാത്തത്. ശർക്കര ഒഴിച്ച് കഴിയുമ്പം അത് നന്നായിട്ട് അറിയാൻ പറ്റും, ഇങ്ങനെ ബോൾസ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാനിനി ഇതിനകത്തോട്ട് ശർക്കര ഒഴിക്കാൻ പോവാണ്. അരിച്ചാണ് ഒഴിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫുൾ ഇപ്പോൾ ഒഴിക്കത്തില്ല, ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതി. കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് മധുരം കൂടുതൽ വേണമെങ്കിൽ മാത്രം ബാക്കി ഒഴിക്കാം. പായസത്തിൽ അത്യാവശ്യം മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ 1 കപ്പ് വേണ്ടി വരും. പക്ഷേ എൻ്റെ വീട്ടിൽ അങ്ങനെ അത്രയും മധുരം ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/4 ഭാഗമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഏകദേശം ഇത്രയും മതിയാവുമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി ഇരിക്കുന്നതും കൂടി ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തൊന്ന് കഴിഞ്ഞപ്പോൾ കണ്ടോ, ആ ചവ്വരി കിടക്കുന്നത് ബോൾസ് ആയിട്ട് കിടക്കുന്നുണ്ടല്ലേ, ഒട്ടും അങ്ങനെ കട്ട പിടിക്കത്തില്ല, ഇതുപോലെ നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഈ ശർക്കര സേമിയയിലും ചവ്വരിയിലും ഒന്ന് പിടിച്ചാൽ മാത്രം മതി, ഇത് കുറുകി പോകരുത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി ഏകദേശം ഇതുപോലെ തന്നെ ഇരുന്നാൽ മതി. ജസ്റ്റ് ആ ശർക്കര ഒന്ന് അതിനകത്ത് പിടിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അതിന് മുന്നേ നമുക്ക് ഇതിനകത്ത് 2 സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഉപ്പ് ചേർത്തത്. പിന്നെ നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച
ഏലക്കയും ജീരകവും കൂടി പൊടിച്ചു വെച്ചല്ലോ, അത് ഫുള്ള് ഞാൻ ചേർക്കുന്നില്ല, ആവശ്യത്തിന് ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ വേണമെന്ന് തോന്നിയാൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ബാക്കി വരുന്ന പൊടി നിങ്ങൾക്ക് ഒരു കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെക്കാം, പിന്നെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. അപ്പോൾ ഞാനിതൊരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ആ കൺസിസ്റ്റൻസി കണ്ടില്ലേ, അതുപോലെ തന്നെയാണ്. ഇനി ഇതിനകത്ത് 1 കപ്പ് ഒന്നാം പാല് അല്ലെങ്കിൽ കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ആ തേങ്ങാപ്പാൽ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർന്നാൽ മാത്രം മതി. ഇനി ഇത് തിളയ്ക്കേണ്ട, ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അപ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഒരു പരുവത്തിലായിരിക്കണം പായസം ഇരിക്കുന്നത്. കാരണം കുറച്ച് സമയം കഴിയുമ്പോൾ ഒരല്പം കൂടി ഇത് കുറുകും. അപ്പോൾ അതാണ് കറക്റ്റ് പായസത്തിൻ്റെ പരുവം. ഒത്തിരി നമ്മൾ ആദ്യമേ കുറുക്കി വെച്ചാൽ ഇത് ഒത്തിരി കട്ടിയായി പോകും. ചവ്വരിയും സേമിയയും അങ്ങനെ കട്ടിയായി പോകുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിന് തന്നെ എപ്പോഴും കുറുക്കി വെക്കണം. ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇതിനകത്ത് നമുക്ക് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്ത് ചേർക്കണം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടാകുമ്പം ആവശ്യത്തിനുള്ള കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ, എത്ര അളവൊന്നുമില്ല, കറക്റ്റ് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഉണക്കമുന്തിരിങ്ങയും കൂടെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച പായസത്തിലേക്ക് ഒഴിക്കാം. ഇപ്പം നല്ല അടിപൊളി സേമിയ ചവരി പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഈ പായസത്തിൻ്റെ പരുവം കണ്ടോ, ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഞാൻ ആ അണ്ടിപ്പരിമ്പും മുന്തിരിങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇത് എപ്പോഴും ഈ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ. പായസം ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞാലും കൊള്ളില്ല, ഒത്തിരി കുറുകിപ്പോയാലും ശരിയാവില്ല. കുറുകിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം ഇരിക്കുമ്പം അത് ഒത്തിരി കട്ടിയായി പോകും. അപ്പോൾ എപ്പോഴും ഈ ഒരു പരുവത്തിലായിരിക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ പാലൊക്കെ വറ്റിച്ചെടുക്കാൻ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. കുട്ടികൾക്ക് പ്രത്യേകിച്ചും നല്ല ഇഷ്ടമാവും. ഇങ്ങനെ മുത്തുപോലുള്ള ചവരിയും പിന്നെ ഈ സേമിയൊക്കെ ആകുമ്പോൾ നന്നായി ഇഷ്ടപ്പെടും. സേമിയ പായസത്തിൻ്റെ ടേസ്റ്റ് അല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഏകദേശം നമ്മൾ അടപ്രഥമനൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ടാവും, പക്ഷേ എന്നാൽ അതിലും എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് അടുത്തൊരു നല്ല ഓണം റെസിപ്പി ആയിട്ട് കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.